ചോറ് കഴിക്കാൻ ഹോട്ടലിൽ കയറി ഒരു ഉരുള എടുത്ത് ഞാൻ കഴിച്ചപ്പോഴത്തേന് അടുത്ത കോള് എമർജൻസി ആയിട്ട് ആയൂരെത്തണം, ഒരു 5 മിനിറ്റിനകം അവിടെ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചോറ് കഴിക്കാതെ തന്നെ ഇറങ്ങി നേരെ ആയൂരെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ഇതാണെന്നും ഇങ്ങനെ ഹൃദയം മാറ്റി വയ്ക്കാൻ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്ന് ഹെലികോപ്റ്റർ ഒഴിവാക്കണം, ആംബുലൻസ് രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് വെച്ചാൽ മതി, വന്ദേ ഭാരത് കിട്ടുമെങ്കിൽ അതിലെത്താൻ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം MP പ്രേമേന്ദ്രൻ സാറ് ബന്ധപ്പെട്ട് ടിക്കറ്റ് റെഡിയാക്കി. അങ്ങനെ ടിക്കറ്റ് ഓക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം പറഞ്ഞ് ചെങ്ങന്നൂരിൽ നിന്ന് കയറാമെന്ന്, പിന്നെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ചെങ്ങന്നൂര് വന്ദേ ഭാരത് ചെങ്ങന്നൂർ വഴിയല്ല ആലപ്പുഴ വഴിയാന്ന് പറഞ്ഞു. അങ്ങനെ ആലപ്പുഴ വഴിയാകുമ്പോഴത്തേന് കൊല്ലത്തെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയൂര് കൊട്ടാരക്കര കൊല്ലം. അന്നേരം ഈ പോകുമ്പോൾ റോഡ് നല്ല ട്രാഫിക്കുള്ള സമയം, നല്ല തിരക്കുണ്ട് റോഡിൽ. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുഭാഷ് സാറും ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജിത്ത്, പിന്നെ വൈശാഖ്, ഇവരെല്ലാടെ ബന്ധപ്പെട്ട് പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉള്ള ഏർപ്പാട് വന്ന് നമ്മുടെ കേരള പോലീസ്, അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. കാരണം അവരും നല്ല രീതിയിൽ നമ്മളുമായിട്ട് സഹകരിച്ച് പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് അവർ റോഡ് കൈകാര്യം ചെയ്യുകയും കൊട്ടാരക്കരയായാലും എല്ലായിടവും കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അരുൺ രാജിനെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല വാർത്തയായി വന്ന നമ്മുടെ ആവണിമോളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അവർ വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ നാട്ടുകാരനും നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് അരുൺ രാജിനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ എത്തിയവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.